ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീനയും അപ്പച്ചനും സ്റ്റാൻലിയും കൂടെ തോട്ടമൊക്കെ കണ്ടിട്ട് വീട്ടിൽ വരുന്നതാണ്. ബംഗ്ലാവിൽ വന്നു കഴിഞ്ഞിട്ട് സ്റ്റാൻലി അലീനോട് ചോദിക്കും, ഇനി എവിടെയെങ്കിലും പോകണോ? അപ്പോൾ അപ്പച്ചൻ ചോദിക്കും, അവൻ ചോദിച്ചത് കേട്ടില്ലേ, ഇനി എവിടെയെങ്കിലും പോകണോ നിനക്ക്? അതായത് ബ്യൂട്ടി പാർലറോ ഷോപ്പിങ്ങിനോ എന്തിനേലും സാധനമൊക്കെ വാങ്ങിക്കാനും ഒക്കെ പോകണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അലീന പറയും, എനിക്ക് അവിടെ അങ്ങും പോകണ്ട, ഇവിടെ എവിടെയെങ്കിലും അനാഥാലയമുണ്ടോ? എനിക്ക് അവിടെ പോയാൽ മതി. പാലായിലുണ്ട്, കൊല്ലത്തുണ്ട്, കൊട്ടാരക്കരയുണ്ട്, ഇവിടെയൊക്കെ അനാഥാലയങ്ങളുണ്ട്. പുനലൂർ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ചോദിക്കും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അനാഥാലയം? അപ്പോൾ സ്റ്റാൻലി ദേഷ്യപ്പെട്ട് പറയും, ആൻ്റപ്പനോട് പറ അനാഥാലയത്തിൻ്റെ കണക്കെടുക്കാൻ. അപ്പോൾ അലീന പറയും, ആൻ്റപ്പൻ ചേട്ടനല്ലല്ലോ എൻ്റെ പപ്പ. അപ്പോൾ സ്റ്റാൻലിക്കാണെങ്കിൽ അനാഥാലയം ഒന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ല. സ്റ്റാൻലിക്ക് അപ്പോൾ അങ്ങ് ഇറിറ്റേഷൻ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവുക. അലീന പറയും, ഞാൻ ഈ 23 വർഷം ഞാൻ ജീവിച്ചത് അവിടെ. മറ്റുള്ള അനാഥാലയത്തിലുള്ളവരും എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. എനിക്ക് നല്ലത് വരുമ്പം എനിക്ക് അവരെ സഹായിക്കണം, അല്ലാതെ ഞാൻ തിന്നു കുടിച്ച് നടക്കുകയല്ല ചെയ്യേണ്ടത്. ഈ 23 വർഷം ഞാൻ അനാഥാലയത്തിലാണ് വളർന്നത്. അതുകൊണ്ട് 23 വർഷം 10 അനാഥാലയങ്ങൾക്ക് സംഭാവന നൽകണം എന്ന് സ്റ്റാൻലിയോട് അലീന പറയും. ഓർഫനേജുകൾക്ക് സംഭാവന കൊടുക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവർക്ക് അനാഥാലയങ്ങൾക്ക് സംഭാവന കൊടുക്കണമെന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞ് തോട്ടത്തിൻ്റെ വരുമാനം അറിഞ്ഞതുകൊണ്ടാണോ എന്ന് ചോദിക്കും. ഈ അനാഥാലയങ്ങൾക്കൊക്കെ സംഭാവന കൊടുക്കണമെന്ന് പറയുന്നത് എന്നെ എതിർക്കുന്നത് എനിക്കിഷ്ടമല്ല. അലീന പറയും, ഞാൻ അനാഥാലയത്തിൽ നിന്നാണ് വന്നത്, എന്നെ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിട്ടാരെ, എനിക്ക് പാലായ്ക്ക് പോകാനുള്ള വണ്ടിക്കൂലി തന്നാരെ, ഞാൻ പൊയ്ക്കോളാം. അനാഥാലയത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലയോ ഞാൻ പറയുന്നതൊന്നും പപ്പായ്ക്ക് ഇഷ്ടമല്ലാത്തത് എന്ന് അലീന പറയും. പിന്നെ സ്റ്റാൻലി ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പോൾ അപ്പച്ചൻ പറയും, അതൊക്കെ കണ്ട് നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നില്ലേ, അവൾ വാ എനിക്കൊരു ചായ ഇട്ടതാ എന്നും പറഞ്ഞുകൊണ്ട് അവളെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. പിന്നീട് സ്റ്റാൻലി ആണെങ്കിൽ മദ്യസേവ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവതക്കുട്ടി ചായനാണെങ്കിൽ സ്റ്റാൻലിയുടെ ഇരിക്കെ ചെല്ലുമ്പോൾ ചോദിക്കും, വേണോ? വേണ്ട. നീ വീണ്ടും തുടങ്ങിയോ? അപ്പച്ച, അവളെന്താ എന്നോട് എതിർത്ത് സംസാരിക്കുന്നത്? എന്നോട് ആരും ഇതുവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. എതിർത്ത് സംസാരിക്കുന്നവരെ ഞാൻ അടുപ്പിക്കത്തില്ല. എതിർത്ത് സംസാരിച്ചവരെ ഞാൻ ഒഴിവാക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്നോട് എതിർത്ത് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൾ എപ്പോഴും ഈ ഓർഫനേജിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആ ഓർഫനേജിൻ്റെ കഥ കേൾക്കുമ്പോൾ എനിക്ക് കുത്തുന്നതായിട്ടോ കുത്തുകൊള്ളുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പച്ചനാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയും. പണ്ട് അപ്പച്ചൻ കല്യാണത്തിന് സമ്മതിക്കാഞ്ഞ അത് വെച്ചാൽ സ്റ്റാൻലി അപ്പച്ചനോട് പറയുന്നത് അപ്പച്ചനാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ അപ്പച്ചൻ പറയും, കഴിഞ്ഞ കാര്യമെല്ലാം മറന്നേക്ക്. പക്ഷേ അവൾ നന്മയുള്ള കുഞ്ഞും ആത്മാർത്ഥതയുള്ള കുഞ്ഞുമായിട്ടില്ലയോ, സ്നേഹമുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് അവൾ അനാഥാലയത്തിൽ പോകണമെന്നും സംഭാവന കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. ഇനി അവളോട് പരിഭവം കാണിക്കാതിരിക്കുക എന്ന് അപ്പച്ചൻ സ്റ്റാൻലിയോട് പറയും. അപ്പോൾ സ്റ്റാൻലി അപ്പച്ചനോട് പറയും, അവൾ എന്തിനാണ് എപ്പോഴും ഓർഫനേജ് എന്ന് പറയുന്നത്? എനിക്കിഷ്ടമല്ല ഓർഫനേജ് എന്ന് പറയുന്നത്. പിന്നീടാണെങ്കിൽ നമ്മുടെ കടപ്പാട്ടൂരാണെങ്കിൽ കവിതയും കൃഷ്ണമോളും ഒക്കെ കുക്കിങ്. അങ്ങനെ നമ്മുടെ വൈജാമോളാണെങ്കിൽ കടപ്പാട്ടൂരെയൊക്കെ ഒരു സെർവൻറ്റിനെ വിളിച്ച് വരുത്തുക. എന്നിട്ട് സെർവൻറ്റ് വന്നു കഴിയുമ്പം കൃഷ്ണമോളെയും കവിതയൊക്കെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തും. പുതിയ സെർവൻറ്റായി കിച്ചണിൽ കിടന്ന് ജോലി ചെയ്യുമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ മതി, ഉണ്ടാക്കി തരും, സുനിത എന്നാ പേര് എന്നൊക്കെ പറയും. അപ്പോൾ അവരവിടെ താമസമാണ്. അപ്പോൾ അവരോട് ചോദിക്കും, ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അന്നേരം പറഞ്ഞ് കുറച്ച് ഡ്രസ്സുണ്ട്, പിന്നെ എനിക്ക് ചുരിദാറോ നൈറ്റിയോ സാരിയോ എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇട്ടോളാം എന്ന് പറയും. അങ്ങനെ സുനിത പുതിയ പാചകം തുടങ്ങുക. അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുക്കും. അപ്പോൾ കൃഷ്ണമോളോട് ബബിതയോടും പറയും, ഇപ്പോഴും കൂടെ ചായ ഇട്ടാൽ മതി, പിന്നീട് വൈകിട്ട് മുതലുള്ളതെല്ലാം സുനിത ചെയ്തോളും. ചേച്ചി കത്തിയും വാളും പരിചയമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിലേ അതൊക്കെ വേണം എന്ന് കൃഷ്ണമോൾ ആ സെർവൻറ്റിനോട് ചോദിക്കും. എന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ബാലേട്ടൻ വരും. അപ്പോൾ കൃഷ്ണമോൾ ചായ കൊടുക്കും, എന്താ വെച്ചാൽ ചായ കുടിക്കുന്നു പറയും. ഇവരെ കാണുമ്പം ബാലേട്ടൻ ചോദിക്കും, ആരാ? കൃഷ്ണമോൾ പറയും, അച്ഛാ ഇവിടുത്തെ പുതിയ സെർവൻറ്റാണ്, അമ്മ കൊണ്ടുവന്നതാണ്. ഇവിടുത്തെ സെർവൻറ്റിന് ആവശ്യം ഉണ്ടായിരുന്നോ? അന്നേരം ബബിത പറയും, അമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ ശമ്പളം ആര് കൊടുക്കും? അമ്മ കൊടുക്കും. ഇത്രയും ഫുഡിന് ടൈം ആകുമ്പം വൈജ വന്നിട്ട് ബബിതയോട് പറയും, കൃഷ്ണമോളെ വിളിക്കുക, ഇവിടെ ആർക്കും ഫുഡ് വേണ്ടേ, ഫുഡ് കഴിക്കാൻ. അവളോട് പറയും, അച്ഛനെ വിളിക്കുക ഫുഡ് കഴിക്കാൻ. അങ്ങനെ രോഹിയും എല്ലാവരും ഫുഡ് കഴിക്കാൻ ടേബിളിൽ വന്നിരിക്കും. അപ്പോഴാണെങ്കിൽ
എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കഴിയുമ്പം നീ എന്തിനാ നിൽക്കുന്നത്, നീ എന്തിനാ നോക്കി നിൽക്കുന്നത്, നീ ഇരുന്ന് കഴിക്ക്. ഏട്ടനും മക്കളും പരസ്പരം ഒന്ന് നോക്കും. പണ്ട് അലീന ഉള്ളപ്പം ഫുഡ് കഴിക്കാൻ അവരുടെ കൂടെ ഒന്നിച്ചിരുത്താത്ത വൈജാമാടമാണ് ഇന്ന് സെർവൻറ്റിനോട് പറയുന്നത്, ഇരിക്ക് ഫുഡ് കഴിക്കും, നീ എന്തിനാ നോക്കി നിൽക്കുന്നതെന്ന്. അപ്പോൾ സുനിത ഇരുന്ന് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഫുഡ് വിളമ്പാൻ തുടങ്ങുമ്പം നമ്മുടെ ബാലേട്ടൻ പറയും, സുനിത ഫുഡ് എടുക്കാൻ വരട്ടെ. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.